നമസ്കാരം. 2026 ജൂൺ 2-ന് വ്യാഴം രാശി മാറുകയാണ്. 1201 ഇടവം 19-നാണ് ഈ രാശിമാറ്റം. വ്യാഴം അതിൻ്റെ ശത്രുവിൻ്റെ ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും സ്വന്തം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്കാണ് മാറിവരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക രാശിക്കാർക്കും ഏറെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് 2026 ജൂൺ 2-ന് ആരംഭിക്കുന്ന സമയം. ഒരു രാശിയിൽ ഏറെക്കുറെ ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരകാലം. 12 വർഷത്തിന് ശേഷമാണ് വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് എത്തുന്നതും അത്യധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും. മറ്റെല്ലാ ഗ്രഹങ്ങളെപ്പോലെ തന്നെയും ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഗുണഫലവും ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ദോഷഫലവുമാണ് ഗുരുവിൽ നിന്നും ഉണ്ടാവുന്നത്. പ്രധാനമായും 3, 6, 8, 12 രാശികളിൽ വരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മറ്റ് രാശിക്കാർക്ക് അത്യധികം ഗുണഫലങ്ങളുമാണ് ഈ സമയത്ത് ലഭിക്കുന്നത്. എന്നിരുന്നാലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലേക്കാണ് സംക്രമണം ചെയ്യുന്നത് കൊണ്ടും 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ടും ഈ പറയുന്ന ദുസ്ഥാനത്ത് ഉള്ളവർക്കും ദോഷഫലങ്ങൾ വളരെ കുറവ് മാത്രമേ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇനി ഒരു വർഷം, അതായത് 2027 ജൂൺ 25 വരെ വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലാണ് ഉണ്ടാവുക. ഓരോ രാശിയിലെയും നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഈ വ്യാഴ സംക്രമണം വഴി ഫലം പ്രദാനം ചെയ്യുന്നത് എന്ന് നോക്കാം. തുലാക്കൂറ്: ചിത്തിര അവസാനത്തെ 2 പാദം, ചോതി, വിശാഖം, മുക്കാല് എന്നിവയാണ് തുലാക്കൂറിലെ നക്ഷത്രങ്ങളായി വരുന്നത്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് ജൂൺ 2 മുതൽ വരുന്നത് എന്ന് പറയാം. 9-ാം ഭാവത്തിൽ നിന്നും 10-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. 10-ാം ഭാവം കർമ്മസ്ഥാനമാണ്. കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നത്. സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാവുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവ മാറിക്കിട്ടുന്നതാണ്. ബിസിനസ് പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. ബിസിനസ് കാര്യങ്ങളിൽ, സംരംഭം തുടങ്ങുന്ന കാര്യത്തിൽ ഒക്കെ മറ്റ് പങ്കാളികളെ വെക്കുമ്പോൾ അവരിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഈ സമയത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ക്രയവിക്രയങ്ങളിൽ നഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ഈ സമയത്ത് ഇവർക്ക് അവസരമുണ്ടാവുന്നതാണ്. വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ ആണ് എന്നതുകൊണ്ട് തന്നെ കർമ്മപരമായി ദോഷം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. തൻ്റെ വാക്കിന് വിലയുണ്ടാകുവാനും ഉന്നത സ്ഥാനം ലഭിക്കുവാനും പദവിയും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതാണ്. ശത്രുഹാനി ഉണ്ടാവുന്നതും ശത്രുക്കൾ തമ്മിൽ രമ്യതയിൽ പോവാനും സാധ്യതയുണ്ട്. മാതൃഗുണം ഉണ്ടാകുന്നതാണ്. മാതാവിൽ നിന്നും മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്നും നേട്ടം ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ശനി ഇഷ്ടസ്ഥാനത്ത് ആയതുകൊണ്ട് തന്നെ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് രോഗശാന്തി ലഭിക്കുന്നതാണ്. ആരോഗ്യ പുരോഗതി ഉണ്ടാവുന്നതും അസുഖം മാറിക്കിട്ടുന്നതുമാണ്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വസ്തു വാങ്ങുവാനും വസ്തുവിൻ്റെ ക്രയവിക്രയം വഴി നേട്ടമുണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ്. വാഹനം വാങ്ങുവാനോ വാഹനം മാറ്റി വാങ്ങുവാനോ ഒക്കെ ഇവർക്ക് കഴിയുന്നതാണ്. ചെറിയ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു ചേരുമെങ്കിലും അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവുന്ന വർഷമാണ്. വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അത് നടന്നു കിട്ടുകയോ വിവാഹത്തിൽ തീരുമാനമുണ്ടാവുകയോ ചെയ്യും. വീട്ടിൽ മംഗളകർമ്മം നടക്കുവാനും സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് പല രീതിയിലുള്ള നേട്ടം ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതും ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ലഭിക്കാനുള്ള അവസരം ഉണ്ടാവുകയും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്
ആ ആഗ്രഹം നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ്. ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനും ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനുമായി പ്രാർത്ഥനയും ക്ഷേത്രദർശനവും നടത്തുകയും അതിനായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപ്പായസം, അർച്ചന എന്നിവ ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഗുണഫലങ്ങൾ വളരെ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും.